ഇതിനിടയിലാണ് പിന്നിൽ നിന്നും ഒരു സ്ത്രീയുടെ ബഹളം കേട്ടത്. അവർ രണ്ടുപേരും പുറകിലേക്ക് നോക്കി. പുറത്തു നിന്നും ഒരു സ്ത്രീ ഓടി അകത്തേക്ക് കയറി. അവർക്ക് പിറകെ കുറച്ച് ആളുകളുമുണ്ട്. അവർ വന്ന് ആ സ്ത്രീയെ ബലമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. നിങ്ങളെന്തിനാണ് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്? ചെയ്യാനുള്ളതെല്ലാം ഈ മുറിയിൽ വെച്ച് തന്നെ ചെയ്യൂ. ഇവർക്ക് കൂടി കണ്ട് ആനന്ദിക്കാലോ. നേരത്തെ അവിടേക്ക് വന്ന വ്യക്തിയാണ്. ശരി ബിവസ് എന്നും പറഞ്ഞ് അവർ ഒരു കട്ടിലിൽ കൊണ്ടുവന്ന് ആ സ്ത്രീയെ അതിൽ കിടത്തി. അവരുടെ കൈകാലുകൾ പിടിച്ചു വച്ച് പല്ലുകൾ പോലത്തൊരു ഉപകരണം കൊണ്ടുവന്ന് ശരീരത്തിൽ തറപ്പിച്ചു. ആസിഫിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ അടയാളം ഇതുപയോഗിച്ചിട്ട് വന്നതായിരിക്കുമെന്ന് റോഷൻ മനസ്സിലായി. കുറച്ചു സമയം കഴിഞ്ഞതും ആ സ്ത്രീ അക്രമാസക്തിയാവാൻ തുടങ്ങി. പക്ഷെ ആക്രമിക്കുന്നത് തൻ്റെ സ്വന്തം ശരീരം തന്നെയാണ്. കൂട്ടത്തിലൊരാൾ അവരുടെ കയ്യിൽ ഒരു കത്തി കൊടുക്കുകയും ചെയ്തു. എന്തെങ്കിലും ഒന്ന് ചെയ്യ് റോഷ. ഇതൊന്നും കണ്ട് സഹിക്കാൻ വയ്യാതെ നീതു കണ്ണുപൊത്തിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ റോഷൻ തികച്ചും നിസ്സഹായനായിരുന്നു. അവൻ അതിലിടപെട്ടാൽ നീതുവിനെ അവർ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയമായിരുന്നു അവന്. ഇപ്പോൾ നമ്മൾ സ്വയം നിയന്ത്രിച്ചേ മതിയാവൂ. അവർ സ്വയം തൻ്റെ വയർ കയറി കുട്ടിയെ പുറത്തെടുത്തു. വയറിൽ നിന്നും മറ്റെന്തൊക്കെയോ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ പകുതി ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ആ മരുന്നിൻ്റെ അംശം ശരീരത്തിൽ ഉണ്ടായിരുന്നതിനാൽ അക്രമം നിർത്താൻ സാധിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ശാന്തമായ കടൽ പോലെ അവർ തളർന്നു വീണു. റോഷൻ, ഇത്രയേ ഉള്ളൂ. ഈ ലോകത്ത് എല്ലാവരും സ്വാർത്ഥരാണ്. അവനവൻ്റെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ മുൻപിൽ ഒരു ജീവൻ പിടയുന്നത് കണ്ടിട്ട് പോലും അതിനെ രക്ഷിക്കാനുള്ള ശ്രമം പോലും നിങ്ങളിൽ നിന്നുണ്ടായില്ല. അപ്പോൾ പിന്നെ എൻ്റെ സ്വാർത്ഥതയിൽ എങ്ങനെയാണ് നിങ്ങൾ ഇടപെടുക? ബിവസ് ഗൂഢമായ ചിരിയോടെ പറഞ്ഞു. മറ്റുള്ളവരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് നീ എന്ത് സ്വാർത്ഥതയാണ് നേടുന്നത്? ഇല്ല ബിവസ്, നിന്റെ അധർമ്മത്തിന് ഇന്ന് കൂടിയ ആയുസുള്ളൂ. റോഷൻ ദേഷ്യം കലർന്ന കണ്ണുകളോടെ പറഞ്ഞു. നിന്റെ ജീവന് തന്നെ ഉറപ്പില്ലാത്ത നീ എങ്ങനെയാണ് എൻ്റെ അധർമ്മം അവസാനിപ്പിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിന്റെ കോൺഫിഡൻസ് എനിക്കിഷ്ടമായി. ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും ഇന്നത്തോടു കൂടി നിന്റെ കളികളെല്ലാം അവസാനിച്ചിരിക്കും. രണ്ടാളും ഒരേ തരക്കാരാണല്ലോ. പുറത്തുള്ള നിങ്ങളുടെ ആ നീർക്കോലി പയ്യന്മാരെ കണ്ടുകൊണ്ടാണോ ഇങ്ങനെ അഹങ്കാരം പറയുന്നേ? അയാളുടെ ശബ്ദത്തിൽ ഗൗരവം വരാൻ തുടങ്ങി. നിങ്ങളുടെ ശവം നടു റോഡിൽ കാണുന്നതോടെ ഈ കേസ് മറ്റുമെല്ലാം അവസാനിപ്പിച്ച് അവർ ജീവനും കൊണ്ടോടും. എല്ലാവരും സ്വാർത്ഥരാണ് ഡിയേഴ്സ്. അത് നിന്റെ തോന്നലാണെന്ന് ഈ രാത്രി തന്നെ നിനക്ക് തെളിയും. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ഞാൻ കാണിച്ചു തരാം. സൈറ, അയാൾ അല്പം ഉറക്കെ വിളിച്ചു. നേരത്തെ വന്ന ആ പാമ്പ് അവിടേക്കെത്തി. ഇവൾ സൈറ, എൻ്റെ പെറ്റാണ്. എന്തെങ്കിലും ചെയ്യാൻ എൻ്റെ കൽപ്പനകൾക്കായി കാത്തിരിക്കുന്ന എൻ്റെ സൈറ. അയാൾ ആ പാമ്പിനെ പത്തിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു. ബിവസ് തടവുന്നതിനനുസരിച്ച് പാമ്പ് തല താഴ്ത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് സന്തോഷമുള്ളൊരു വാർത്തയുമായി തിരിച്ചു വരൂ സൈറ. അയാൾ അതും പറഞ്ഞ് ആ പാമ്പിനെ അവിടെയാക്കി പുറത്തേക്ക് പോയി. ആ പാമ്പ് റോഷന്റെയും നീതുവിൻ്റെയും അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഹൃദയമിടിപ്പ് കൂടി. എങ്ങനെ അതിനെ പ്രതിരോധിക്കുമെന്ന് അറിയുന്നില്ല. അത് അവർക്ക് മുമ്പിൽ പത്തിയുടർത്തി ഉയർന്നു നിന്ന് അവരെ കൊത്താനായി മുന്നോട്ട് കുതിച്ചു. ഇനി രക്ഷയില്ലെന്ന് തോന്നിയ റോഷൻ നീതുവിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു നിന്നു. പെട്ടെന്നാണ് ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടത്. റോഷൻ കണ്ണു തുറന്നു നോക്കി. മുന്നിൽ പാമ്പിന് പകരം അഖിൽ ഗണ്ണുമായി നിൽക്കുന്നു. പാമ്പ് സൈഡിൽ ജീവന് വേണ്ടി പിടയുന്നുണ്ട്. അവൻ അതിൻ്റെ മർമ്മത്താണ് ഷൂട്ട് ചെയ്തത്. അതിനാൽ അതിനൊന്നും പ്രതികരിക്കാൻ കൂടി കഴിഞ്ഞില്ല. നീതു അവരെ പാമ്പ് കൊത്തിയതാണെന്ന് കരുതി താഴേക്ക് വീഴാൻ പോവുകയായിരുന്നു. അതെ, എവിടേക്കാ? നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല, വെറുതെ അഭിനയിക്കാൻ അങ്ങട്. ആവൂ, ഞാനിനി മരവിച്ചുകൊണ്ട് വേദന അറിയാത്തതാണെന്ന് തോന്നി. അതാണ് കൊത്തിയെന്ന് വിചാരിച്ച് വീഴാൻ പോയത്. നീതു, അക്ഷയ് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? റോഷന്റെ അടുത്തേക്ക് വന്ന ആസിഫിനോടും അഖിലിനോടും അവർ ചോദിച്ചു. ഞങ്ങളെ സിറേക്കിനെ കരുവാക്കി ഒരു കളി കളിച്ചു. അവനെ കൊണ്ട് സേവിയറിനെ വിളിപ്പിച്ച് ഇവിടെയുള്ള ഒരു വിധം ആളുകളൊക്കെ മാറ്റി. അല്ലാതെ ഇവിടേക്ക് വന്നാൽ ആരും ജീവനോടെ പോകില്ല എന്ന് ഞങ്ങൾക്കറിയായിരുന്നു. ആസിഫ് സിറേക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. എല്ലാം കേട്ട് റോഷന്റെ രക്തം തിളച്ചു വന്നു. എന്നിട്ട് ബാക്കിയുള്ളവരെവിടെ? അവർ താഴെയുണ്ട്. അവരിപ്പോൾ അവിടെ സെർവറിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പോലീസ് വരും. വാ, നമുക്ക് താഴേക്ക് പോയി നോക്കാം. അതും പറഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി. നീതുവിന് ശരിക്കും നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അക്ഷയ് അവളെ പിടിച്ചിരുന്നു. അക്ഷയ്, നീ നടന്നോ, ഞാൻ വരാം. ഓ, ഇപ്പം നമ്മൾ പിടിക്കുന്നതൊന്നും പറ്റിയില്ലായിരിക്കും. സത്യം പറഞ്ഞോ, നിങ്ങൾ തനിച്ചല്ലായിരുന്നോ ഇത്രയും നേരം? എന്താ ഇവിടെ സംഭവിച്ചേ? നോക്ക് വേണേ, എന്നെക്കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. നീ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ശരിക്കും നീ അറിഞ്ഞാൽ ബോധം ഉണ്ടാവില്ല നിനക്ക്. മനുഷ്യന് ഇവിടെ എങ്ങനെ ജീവൻ ബാക്കിയായി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവളോട് നീതു അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. അവളൊന്ന് വിളിച്ചു കാണിച്ചു കൊടുത്തു.
നീ എന്തിനാടി കട്ടുറുമ്പാവാൻ പോകുന്നേ? നിനക്ക് പിടിക്കാനല്ലേ എൻ്റെ കൈയുടെ ഫ്രീ ആയിട്ട് കിടക്കുന്നേ? എന്നെ കൊന്നാലും ആ കൈ ഞാൻ പിടിക്കുമെന്ന് നീ വിചാരിക്കേണ്ട. എന്നാ വേണ്ട, കാൽ പിടിച്ചോ. അങ്ങനെയെങ്കിൽ ഈ അഹങ്കാരം ഒന്ന് കുറയട്ടെ. ആസിഫ് കാൽ മുന്നിലേക്ക് കാണിച്ചോ. ആ കാൽ ശരിക്കും ഞാൻ തല്ലി ഓടിക്കും. അക്ഷയ് അതും പറഞ്ഞ് നീതുവിൻ്റെ അടുത്ത് നിന്നും പോയി. എന്നെ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നത് കണ്ടില്ലേ? മുന്നിൽ നടക്കുന്ന റോഷനെ നോക്കി നീതു പെറുവിറുത്തു. ദേടാ, നിന്നെ കാത്തൊരു ബോഡി അവിടെ നിൽക്കുന്നു. ആസിഫ് റോഷനെ തട്ടി പറഞ്ഞു. ബോഡിയോ? റോഷൻ തിരിഞ്ഞു നോക്കി. നീതണ്ട അവനെയും തുറച്ചു നോക്കി കൊണ്ട് നിൽക്കുന്നു. റോഷൻ അവളുടെ അടുത്തേക്ക് പോയി. എന്തേ വരുന്നില്ലേ? എനിക്ക് നടക്കാൻ വയ്യ, കാലിന് ഭയങ്കര വേദന. ഞാൻ എടുക്കണോ? റോഷൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ വേണ്ട, ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഫുൾ സപ്പോർട്ട്. റോഷൻ അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഇയാളൊക്കെ വിളിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൾ കാലുകൾ മുന്നോട്ട് വെച്ച് നടക്കാൻ തുടങ്ങിയതും ഒറ്റ വീഴ്ചയായിരുന്നു. പക്ഷേ താഴെ എത്തിയില്ല. അപ്പോഴേക്കും റോഷൻ അവളെ പിടിച്ച് നേരെ നിർത്തി. അവൻ്റെ കൈകളിൽ കോരിയെടുത്ത് അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു. ആ സമയം അവൻ്റെ ശരീരത്തിലെ വേദനയെല്ലാം അവൻ മറന്നിരുന്നു. നീതു അവൻ്റെ കഴുത്തിൽ 2 കൈകൾ കൊണ്ട് മുറുക്കി പിടിച്ചു. അവളുടെ അധരങ്ങൾ റോഷൻ്റെ ചെവിയോട് ചേർത്ത് പിടിച്ചു. ഐ ലവ് യു, നീതു പറഞ്ഞു. നാണം കൊണ്ട് അവൾക്ക് മുഖം ഉയർത്താൻ കഴിഞ്ഞില്ല. കേട്ടത് സ്വപ്നമാണോ എന്നറിയാൻ കഴിയാതെ റോഷൻ നിശ്ചലനായി നിന്നു. റോഷ, റോഷ! താഴെ നിന്നും ആസിഫിന്റെ ശബ്ദം. റോഷൻ നീതുവിനെ താഴെ വെച്ച് 2 പേരും അവരുടെ അടുത്തേക്ക് പോയി. എന്താടാ, എന്തു പറ്റി? റോഷൻ ആസിഫിന്റെ അടുത്തേക്ക് വന്നോട് ചോദിച്ചു. അവൻ കണ്ണുകണ്ട് മറുഭാഗത്തേക്ക് നോക്കാൻ ആംഗ്യം കാണിച്ചു. അവൻ അവിടേക്ക് നോക്കിയതും അവൻ്റെ കണ്ണുകളെ റോഷന് വിശ്വസിക്കാനായില്ല. അഖിൽ! അവൻ്റെ നാവുകൾ തളർച്ചയോടെ മന്ത്രിച്ചു. അഖിലിനെ ബിവസ് ആ പല്ലുപോലത്തെ ഉപകരണം കൊണ്ട് കുത്താൻ പോവുകയാണ്. അയാളുടെ കരവലയത്തിൽ ശക്തി കൊണ്ട് അഖിലിനെ അവിടുന്ന് അനങ്ങാൻ സാധിക്കുന്നില്ല. റോഷൻ അവന് നേരെ അലറിക്കൊണ്ട് കുതിച്ചു. ഒരടി മുന്നോട്ട് വെച്ച ഈ കത്തി ഒരിടെ നെഞ്ചിൽ കയറും. ഡേവിഡ് നീതുവിൻ്റെയും അവൻ്റെ ഒരു കൂട്ടാളി അക്ഷയുടെയും കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. ഇവരിതെങ്ങനെ അവൻ്റെ കയ്യിലെത്തി? ആർക്കും എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ബിവസ് അഖിലിനെ അതുകൊണ്ട് കുത്തിയിരുന്നു. അവൻ അക്രമാസക്തനാവാൻ തുടങ്ങി. അയാൾ അഖിലിന്റെ കയ്യിൽ ഒരു കത്തി കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട് ആസിഫിനും റോഷനുമെല്ലാം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ അതിനെ രക്ഷിക്കാനായി മുന്നോട്ട് വന്നു. പക്ഷെ അവർ അടുക്കുന്തോറും ഡേവിഡും അവന്റെ കൂട്ടാളിയും നീതുവിന്റെയും അക്ഷയുടെയും കഴുത്തിലെ കത്തി മുറുക്കിക്കൊണ്ടിരുന്നു. ചെറുപ്പം മുതൽ ഊണിലും ഉറക്കിലും എല്ലാത്തിലും കൂട്ടായി നിന്ന പ്രിയ സുഹൃത്തിനെ രക്ഷിക്കണോ? പ്രാണനേക്കാളേറെ സ്നേഹിക്കുന്ന തങ്ങളുടെ പെണ്ണിനെ രക്ഷിക്കണോ? ആസിഫും റോഷനും ഒരുപോലെ ചിന്തിച്ചു. റോഷൻ നീതുവിനെ നോക്കി. അവൻ പ്രതീക്ഷിച്ച പോലെ അവളുടെ മുഖത്ത് ഭയമില്ല. അവളുടെ കണ്ണുകൾ കൊണ്ട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് റോഷൻ ഒന്നും ചിന്തിച്ചില്ല. അവൻ അഖിലിന്റെ അടുത്തേക്ക് പോയി കത്തി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ആസിഫ് ബിവസിന്റെ അടുത്തേക്ക് പോയി. നീതു ഡേവിഡിന്റെ കൈ പിടിച്ച് പുറകിലേക്കാക്കി കത്തി അയാളുടെ കഴുത്തിന് നേരെയാക്കി. അക്ഷയ് ഡൗൺ! അയാൾ കത്തി വലിക്കാൻ പോയതും അക്ഷയ് കുഞ്ഞിന് നിന്ന് മുട്ടുകാൽ കൊണ്ട് അയാളെ ചവിട്ടി താഴ്ത്തി. എതിർക്കാൻ വന്ന സേവിയറിന്റെ കൂട്ടാളികളുമായി പ്രകാശും ബാക്കിയുള്ളവരും ഫൈറ്റ് നടത്തി. ഇതെല്ലാം നടന്നത് ഒരു നിമിഷം കൊണ്ടായിരുന്നു. പക്ഷെ അഖിലിന്റെ കയ്യിൽ നിന്നും കത്തി വാങ്ങാൻ റോഷന് കഴിഞ്ഞില്ല. അവൻ അതിന് ശ്രമിക്കുന്നതിനിടയിൽ റോഷന്റെ ദേഹത്ത് അവിടെവിടെയായി മുറിവുകൾ പറ്റുകയും ചെയ്തു. അഖിൽ കത്തി കൊണ്ട് അവന്റെ വയറിന് കുത്തി. ആസിഫ്, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ! ആസിഫ് അഖിലിന് ബോധം പോവാൻ വേണ്ടി അവിടെയുണ്ടായിരുന്ന ഒരു ചെയറെടുത്ത് അവന്റെ തലക്കടിച്ചു. അഖിൽ ബോധം കെട്ട് വീഴുകയും ചെയ്തു. എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടുന്ന് പുറത്തു പോവില്ല. എല്ലാവരും അയാളെ സംശയത്തോടെ നോക്കി. അപ്പോഴാണ് അയാളുടെ കയ്യിലുള്ള റിമോട്ട് എല്ലാവരും കാണുന്നത്. അവനിവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. എവിടെ? അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? അയാൾ ആ സ്വിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരും ഇപ്പോൾ തവിടുപൊടിയാകും. പ്രകാശ് മുഖത്ത് നിറഞ്ഞ ഭയത്തോടെ പറഞ്ഞു. നിങ്ങൾ എന്ത് ഭ്രാന്താണ് വിവസ് പറയുന്നത്? എന്തിനാണ് നമ്മുടെ ജീവൻ ഇല്ലാതാക്കണം? ഡേവിഡ് അയാൾക്ക് നേരെ ചെന്നു. എൻ്റെ സാമ്രാജ്യം അവസാനിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അങ്ങനെയുണ്ടായാൽ ഒരു നിയമത്തിനും പരിഹസിക്കാൻ വിവസ് ബാക്കിയാവുകയില്ല. നമ്മുടെ മതത്തിലെ നിരവധി കുടുംബങ്ങളാണ് അടുത്തുള്ള മുറിയിൽ നിന്ന് പൂജ ചെയ്യുന്നത്. അവരെയെല്ലാം നശിപ്പിക്കാനാണോ നിങ്ങൾ പോകുന്നത്? ഡേവിഡ് ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങളുടേതും ജീവൻ രക്ഷിക്കുക എന്നത് എൻ്റെ ചുമതലയല്ല. അത് നിങ്ങൾ തന്നെ നോക്കണം ഡേവിഡ്. ഇത് കേട്ട് ഡേവിഡിന് ദേഷ്യം വന്നു. ഡേവിഡ്, നമ്മുടെ നല്ലതിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ എന്ന് നിനക്കറിയില്ലേ? അയാൾ ഡേവിഡിനെ അയാളുടെ കൂടെ തന്നെ നിർത്തി. ഈ അവസരം മുതലെടുത്ത് ആസിഫ് റോഷനും ബിവസിന്റെ കയ്യിൽ നിന്നും റിമോട്ട് പിടിച്ചു വാങ്ങി. അവർ അത് ഭദ്രമായൊരു സ്ഥലത്ത് വെച്ചു. കാരണം ബോംബ് എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോഴേക്കും അവിടേക്ക് പോലീസ് വന്നു. അവരെ കൊണ്ടുപോകാൻ വരട്ടെ. ചില കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാവരെയും കൊണ്ടുപോകാനൊരുങ്ങുന്ന എസ്.പിയോടും ബാക്കി പോലീസുകാരോടുമായി റോഷൻ പറഞ്ഞു. നിനക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല സേവിയർ. നിന്റെ ഈ മുഖം മൂടി അഴിച്ചു വെക്ക്. റോഷൻ എന്താണ് പറയുന്നതെന്നോർത്ത് എല്ലാവരും അവനെ അത്ഭുതത്തോടെ നോക്കി.
അയാൾ ഒന്നും മിണ്ടുന്നില്ല. റോഷൻ അകത്ത് പോയി കുറച്ച് ഫയലുകൾ കൊണ്ടുവന്നു. അത് അവർക്ക് നേരെ എണ്ണി നീട്ടി. ഇവൻ ഈ രാജ്യത്ത് നിന്ന് കടത്തിയ കുട്ടികളുടെ അവയവങ്ങളുടെ ലിസ്റ്റാണിത്. കോടികളുടെ ആസ്തിയുള്ള സെന്റ് സേവിയർ എന്ന ബാസ്റ്റേഡ് ഞങ്ങളുടെ ജീവൻ വേണമെങ്കിൽ തരും. ഞങ്ങളുടെ ബിവസിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞത് കേട്ടാൽ ഞങ്ങൾ കേട്ടതെന്നു വരില്ല, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു. നിങ്ങളിൽ ഇയാൾ കുത്തിവെച്ച ഈ വിശ്വാസം തന്നെയാണ് ഇയാൾ മുതലെടുത്തതും. ദൈവത്തിൽ നിന്ന് നൽകുന്നെന്ന പേരിൽ നിങ്ങൾ ബലി കഴിപ്പിച്ച കുട്ടികളുടെയൊക്കെ മൃതദേഹം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ബിവസിലെ പ്രത്യേക പൂജകൾ ചെയ്ത് അടക്കം ചെയ്യാറാണ്. അതെ, കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ജീവന്റെ തുടിപ്പ് മാറും മുന്നേ പുറത്ത് കാത്തു നിൽക്കുന്ന അന്യദേശക്കാർക്ക് ഇവനത് കൈമാറും. കോടികളാണ് ഇവൻ ഉണ്ടാക്കിയത്. റോഷൻ സേവിയറിന്റെ മുഖത്തേക്ക് രോക്ഷമായി നോക്കി. ഞങ്ങളിത് വിശ്വസിക്കില്ല. റോഷൻ അവർക്ക് മുന്നിൽ അതിനുള്ള തെളിവുകൾ ഓരോന്നായി നിരത്തി. സേവിയറിന്റെ കമ്പ്യൂട്ടർ അവൻ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസിഫും റോഷനും അഖിലും കൂടി ചേർന്നാണ് ഇത് ചെയ്തത്. ഇയാളെ കുറിച്ചുള്ള സൂചന ഇവർക്ക് ആദ്യമേ ലഭിച്ചിരുന്നു. അവൻ അതിലെ ഫോട്ടോസും വീഡിയോസും എല്ലാം അവരെ കാണിച്ചു. ഒന്നും വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് അവരെല്ലാവരും. മതത്തിന്റെ പേരിലായാലും മറ്റ് എന്തായാലും എങ്ങനെയാണ് ഇത്രയും ക്രൂരമാൻ കഴിയുക നിങ്ങൾക്ക്? നിങ്ങളിലുമില്ലേ സ്ത്രീകള്? സന്യാസി പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം മക്കളെ ബലി കൊടുക്കാൻ മടിക്കാത്ത അച്ഛനമ്മമാരുള്ള രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയൊക്കെ കണ്ടാലും കേട്ടാലും മനുഷ്യൻ അന്ധവിശ്വാസങ്ങൾക്ക് പിറകെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോലീസ് അവരെ എല്ലാവരെയും അവിടെ നിന്നും കൊണ്ടുപോയി. അവരും അവിടെ നിന്നിറങ്ങി. കൊണ്ടുപോകുന്നതിനിടയിൽ സേവിയർ വിലങ്ങ് പൊട്ടിച്ച് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ചു. അയാളെ കാത്തൊരു കാറുണ്ടായിരുന്നു പുറത്ത്. അയാൾ അവിടേക്ക് ഓടുമ്പോൾ പെട്ടെന്ന് സേവിയറിന്റെ ഉള്ളിൽ നിന്നും ബോംബ് പൊട്ടി അയാളുടെ ശരീരം ചിന്നിച്ചിതറി. റോഷൻ അകത്ത് പോയി ആ റിമോട്ട് നോക്കി. പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ദൈവനിഷ്ഠയാണ്. ആസിഫും റോഷനും നീതവും അക്ഷയും അഖിലിന്റെ അടുത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും അവന് ബോധം വന്നിരുന്നു. ആശയിൽ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ഡോക്ടർ അവരെ ഉള്ളിലേക്ക് കയറാൻ സമ്മതിച്ചു. അവിടെ എത്തിയ അഖിലിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നാ നിങ്ങൾ പോയിക്കോ, ഇവിടെ ഞങ്ങൾ നിന്നോളാം, ആസിഫ് റോഷനോടും നീതുവിനോടും പറഞ്ഞു. ഞങ്ങളോ? ഏത് ഞങ്ങള്? ഞങ്ങളിനി എന്നും ഒരുമിച്ച എല്ലടി കൊച്ചുക്കല്ലേ. ആസിഫ് അക്ഷയുടെ കവിളിലൊന്ന് തട്ടി. അവൾ നാണം കൊണ്ട് തല താഴ്ത്തി. ആഹാ, ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? നീതു അതിശയത്തോടെ അവരെ നോക്കി. എല്ലാം പെട്ടെന്നായിരുന്നു, അക്ഷയ് മുഖം മറച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളെല്ലാവരും പോയിക്കോളൂ, അഖിലേട്ടനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, നിങ്ങൾ വിഷമിക്കേണ്ട. ഡോർ തുറന്ന ഒരു ലേഡി ഡോക്ടർ അവിടേക്ക് വന്നു. അഖിലേട്ടനാ? ഏതാടേ കുരിപ്പ്? ആസിഫ് അഖിലിന് നേരെ തിരിഞ്ഞു. അത് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നപ്പോൾ ദേ നിൽക്കുന്ന ഞാൻ ഇത്രയും കാലം സ്വപ്നത്തിൽ കണ്ടിരുന്ന അതേപോലത്തെ ഒരു കൊച്ച്. അഖിൽ നാണം വിരിഞ്ഞ മുഖത്തോടെ പറഞ്ഞു. നിന്റെ സ്വപ്നത്തിലെ വളഞ്ഞു പുരികമുണ്ടോ ഇവൾക്ക്? ചിരിക്കുമ്പോൾ മാത്രം തെളിയുന്ന നുണക്കുഴിയുണ്ടോ? നടുവിരലിനേക്കാൾ നീളം കൂടിയ ചൂണ്ടുവിരലുണ്ടോ? ചുണ്ട് തത്തമ്മ ചുണ്ട് പോലെയാണോ? അവളെ തൊട്ടപ്പോൾ ഷോക്കടിച്ചോ നിനക്ക്? ഒന്ന് നിർത്തടാ, എന്ത് കൂറ് സ്വപ്നമാണ്. ആസിഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീതു പറഞ്ഞു. അയ്യോ, ബാക്കിയുള്ളത് കേട്ടാൽ നീ ഇവനെ ഭ്രാന്താശുപത്രി കൊണ്ടാക്കും, അമ്മാതിരിയാണ്. കൂട്ടത്തിലെ ബുദ്ധിയുള്ള ഒരുത്തിനെങ്കിലും ഉണ്ടെന്ന് കരുതിയതാ ഞങ്ങൾക്ക് തെറ്റുപറ്റി. അതെ, എനിക്കതെല്ലാം ഉണ്ട്. നിന്റെ പേരെന്താ കൊച്ചേ? മഞ്ജിമ. ഓ, അതൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പോഴേക്കും. അവളുടെ വീട്ടിലേക്ക് വിളിച്ച് നിശ്ചയം വരെ ഫിക്സ് ചെയ്തു. എല്ലാവർക്കും പൂർണ്ണ സമ്മതം. നിങ്ങൾക്കും ഇഷ്ടാവുന്ന എനിക്കറിയായിരുന്നു. എൻ്റെ മോനെ, നീ ഒരു കില്ലാടി തന്നെ. ഇനിയിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എന്തിനാ? അഖിലേട്ടിനെ മോള് നോക്കിക്കോ. നിങ്ങൾ വാ മനുഷ്യ. നീതു അതും പറഞ്ഞ് ഇറങ്ങിക്കൂടെ റോഷനും. നീ വാക്ഷി, നമുക്കൊരു കല്യാണം കഴിച്ചിട്ട് വരാം. ആസിഫ് അക്ഷയുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി. റോഷനും നീതുവും വീട്ടിലെത്തി. അച്ഛനും അമ്മയും ആതിരയും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഉറങ്ങിയില്ലേ? റോഷൻ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. എങ്ങനെ മനസ്സമാധാനത്തോടെ ഉറങ്ങും? ന്യൂസിൽ മുഴുവൻ നിങ്ങൾ തന്നെ ആയിരുന്നില്ലേ? രണ്ടാളെയും ഒന്ന് കണ്ടപ്പോഴാണ് സമാധാനമായത്. യു ആർ ഓൾവേസ് മൈ ഹീറോ ആയിട്ടാ, ആതിര റോഷനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാനോ? രണ്ടാമത്തെ സ്ഥാനം ഏട്ടത്തി എടുത്തോ? മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛൻ നീതുവിനെ തലോടിക്കൊണ്ട് ചോദിച്ചു. അച്ഛൻ്റെ മോനല്ലേ എൻ്റെ കൂടെ ഉള്ളത്, പിന്നെ എനിക്കെന്ത് കുഴപ്പമുണ്ടാവാനാ? റോഷനെ ഒന്ന് കളിയാക്കി ചുമച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. ഇന്നത്തെ കലാപരിപാടികൾ കാരണം രണ്ടുപേർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും പറയാനോ ചോദിക്കാനോ നിന്നില്ല. ഫ്രഷായി രണ്ടുപേരും കിടന്നു. സൂര്യപ്രകാശം തുറന്നിട്ട ജനലഴികളിൽ കൂടെ മിഴികളിൽ പതിഞ്ഞപ്പോൾ നീതു പതിയെ കണ്ണുകൾ തുറന്നു. ഞാനെന്താ ഇവിടെ? അവൾ സ്വയം പിറുപിറുത്തുകൊണ്ട് സോഫയിൽ നിന്നും എഴുന്നേറ്റിരുന്ന് ചുറ്റുമൊന്ന് നോക്കി. കട്ടിലെല്ലാം പനിനീർ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. മുന്നിൽ കിസ് ചെയ്യുന്ന 2 താറാവും മറ്റെന്തൊക്കെയോ കൊണ്ട് റൂം കളറാക്കിയിട്ടുണ്ട്. നീതൊന്നും മനസ്സിലാവാതെ കിളിപോയി നിൽക്കുമ്പോഴാണ് റോഷൻ അവിടേക്ക് വെള്ള ഷർട്ടും തുണിയും എല്ലാം ഇട്ട് കയ്യിൽ ചുറ്റിയ മുല്ലപ്പൂവിൻ ഗന്ധം ശ്വസിച്ചുകൊണ്ട് വന്നത്. എന്താ ഇത്, വട്ടായോ?
വട്ടോ, ഇന്നലെ അത്രയും ക്ഷീണം ഉണ്ടായിട്ടും നേരത്തെ എണീറ്റ് കഷ്ടപ്പെട്ട് ചെയ്തതായി സെറ്റപ്പൊക്കെ. എന്തിന്? നീതു അവനെ സംശയാസ്പദമായി നോക്കി. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇപ്പോൾ, അതിന്, റോഷൻ നാണത്തോടെ പറഞ്ഞു. അയ്യടാ, എന്താ പൂതി, ഞാനൊന്ന് ആലോചിക്കട്ടെ. നിന്നോടൊക്കെ ദൈവം ചോദിക്കടി. ഓ, ഞാൻ ഉത്തരം പറഞ്ഞോണ്ട്. എന്തായാലും ഈ പട്ടാപകലെങ്ങനെ ഫസ്റ്റ് നൈറ്റ് ആവോ നൈറ്റ് ആവട്ടെ, അപ്പം നോക്കാം. സൂര്യനെ പോലും അസൂയപ്പെടുത്തും പോലെ നമുക്ക് നമ്മുടെ പ്രണയം പങ്കിടാം. അത് കണ്ട് സഹിക്കാനാവാതെ നാണം കൊണ്ട് സൂര്യൻ കണ്ടുപോത്തും. അപ്പോൾ രാത്രി ആയില്ലേ? ഓ, ചളിയങ്ങ് വാരി വിതറുവാണല്ലോ. റൊമാൻറ്റിക്കായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അവൾക്ക് ചളി. അതൊക്കെ പോട്ടെ, നീ ഇത് കൊടുത്തിട്ട് വാ. അവനൊരു പിങ്ക് കളർ സാരി എടുത്ത് അവൾക്ക് നേരെ നീട്ടി. എനിക്കിതൊന്നും ഉടുക്കാൻ അറിയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? വാ, ഞാൻ ഉടുപ്പിച്ച് തരാം. അത് വേണ്ട, ഞാൻ അറിയുന്ന പോലെ ഉടുത്തിട്ട് വന്നോളാം. നീത് സാരിയും കൊണ്ട് പുറത്തേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചു വന്നു. അവളെ കണ്ടതും റോഷൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട്, രസമുണ്ടാവും? നീതുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ കണ്ണുകൾ കൊണ്ട് അവളുടെ ശരീരം മുഴുവൻ ചുംബിക്കുകയാണ്. എന്തെങ്കിലും പറ. നീതു അവനെ കൈകൊണ്ട് തട്ടി. റോഷൻ നീതുവിനെ തൻ്റെ മടിയിലിരുത്തി അവളുടെ അതരങ്ങളെ പതിയെ തടവി. ഐ ലവ് യു ടു. നേരത്തെ പറയാൻ പറ്റിയില്ല. റോഷൻ അവളുടെ മുഖം ചേർത്ത് പിടിച്ച് ചെവിയിൽ പറഞ്ഞു. കൈകൊണ്ട് മുഖം മറച്ച് അവൻ്റെ മാറിൽ കിടക്കുന്ന നീതുവിനെ അവൻ പതിയെ ഉയർത്തി അവളുടെ അതരങ്ങളെ മതിവരുവോളം പുണർന്നു. അവൻ്റെ ഉമനീരിനാൽ അവളുടെ ആത്മാവ് വരെ നനഞ്ഞുപോയി. പിന്നെ ആ ദിവസം മുതൽ പ്രണയാർദ്രമായി ഇണക്കങ്ങളും പിണക്കങ്ങളുമായി നീതുവിൻ്റെയും റോഷൻ്റെയും ജീവിതം അവിടെ തുടങ്ങുകയാണ്. അവസാനിച്ചു.